ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂമാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കരിക്കിൻ്റെ പുരളുന്ന സീരീസിൻ്റെ അവസാന എപ്പിസോഡുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിടുകയുണ്ടായി. സോ ഈ എപ്പിസോഡുകൾ മുഴുവനായി കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ഹിഡൻ ഡീറ്റെയിൽസ് ഒന്നുമല്ല, പകരം സീരീസിൻ്റെ അവസാന എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം അതിൽ വന്നിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളെ കുറിച്ചെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയാനായി പോകുന്നത്. സോ ഇതിൻ്റെ പേഴ്സണൽ അഭിപ്രായമായിട്ട് മാത്രം കണ്ടാൽ മതി. കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തു പോകാം. കൂടാതെ ഈ സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ സ്പോയിലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്പോയിലർ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എല്ലാവരുടെയും അഭിനയം കിടുവായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് അനൂക്കെ അനിയന്റെ പ്രകടനമാണ്. കൂടാതെ ഈ സീരീസിൽ കൂടുതലായിട്ടും കൊണ്ടുവന്നിരുന്നത് സിനിമയിലും മറ്റും ഓൾറെഡി തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെയാണ്. അവരുടെ പ്രകടനങ്ങളും പറയാനൊന്നുമില്ല. അതിനോടൊപ്പം ബിജിഎമ്മും ഡയറക്ഷനും കളർ ഗ്രേഡിങ്ങും എല്ലാം ഒന്നിനൊന്നും മികച്ചത് തന്നെയായിരുന്നു. എന്നാൽ സീരീസിന്റെ അവസാന എപ്പിസോഡ് വന്നപ്പോൾ, അതുവരെയുള്ള എപ്പിസോഡുകളിൽ നമ്മളെ കാണിച്ചിരുന്ന പല കാര്യങ്ങളും അവസാന എപ്പിസോഡ് വന്നപ്പോൾ ഇല്ലോജിക്കലായി പോയതുപോലെ അല്ലെങ്കിൽ വലിച്ചു നീട്ടിയതുപോലെയെല്ലാമാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ എപ്പിസോഡിന്റെ ക്ലൈമാക്സ് കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലായി തോന്നിയിട്ടുള്ളത്. അതായത് ഇതിനു മുന്നേ കരിക്ക് ചെയ്തിട്ടുള്ള സാമർത്ഥ്യശാസ്ത്രം എന്ന സീരീസും വളരെ എൻഗേജിംഗ് ആയി തന്നെ പോയിരുന്നതാണ്. എന്നാൽ അതിന്റെ അവസാന എപ്പിസോഡിൽ ക്ലൈമാക്സിൽ അതിനുള്ള റീസണായി അവർ കാണിച്ചിരുന്നത് അത്രയും വലിയ കാര്യമൊന്നുമല്ലായിരുന്നു. ആ ഒരു റിസോർട്ടിലെ ആളെ ചതിച്ച് ഇവർ പണം തട്ടുന്നതായി കാണിച്ചതിന്റെ റീസൺ, അവസാന എപ്പിസോഡിൽ കൊണ്ടുവന്ന് കാണിച്ച റീസൺ അത്ര വലിയ കാര്യമായി തോന്നിയിട്ടില്ല. എനിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതേ അഭിപ്രായം തന്നെയായിരിക്കും. ഇതുപോലെ തന്നെയാണ് ഈ സീരീസിന്റെ അവസാനം ആ ക്ലൈമാക്സിൽ അതിന്റെ റീസൺ കാണിച്ച സമയത്ത് ആ ഒരു ക്ലൈമാക്സും അതിനു മുന്നേ വന്നിട്ടുള്ള പല കാര്യങ്ങളും വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു എന്ന് തോന്നിയത്. അതിന് ആദ്യത്തെ കാരണം ഇതുപോലെയുള്ള ക്ലൈമാക്സുകൾ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ഓർഫനേജ് പോലെയുള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ അതിൽ അമ്മയുടെ കൈകൊണ്ട് അല്ലെങ്കിൽ അമ്മ കാരണം ഒരു കുട്ടി ഒരു മുറിയിൽ പെട്ടുപോവുകയും അവർ പലയിടത്തും കുട്ടിയെ തിരക്കി നടക്കുകയും അവസാനം സത്യം പറഞ്ഞ് കുട്ടി ആ മുറിയിൽ ശ്വാസം കിട്ടാതെ ഭക്ഷണവും വെള്ളവും മറ്റും കിട്ടാതെ മരിക്കുകയായിരുന്നു എന്നുള്ള സത്യം വർഷങ്ങൾക്ക് ശേഷം അറിയുന്നത് കണ്ടിട്ടുള്ളതാണ്. ഇനി ഇംഗ്ലീഷിലോട്ട് പോകേണ്ട, ഫ്രണ്ട്സ് എന്ന മലയാള സിനിമയിലാണെങ്കിലും ഇത്തരം ക്ലൈമാക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ചന്തുവിന്റെ അനിയൻ ഒരു മുറിയിൽപ്പെട്ട് ശ്വാസം കിട്ടാതെ മരിച്ചുവെന്നും അവർ നാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞുവെന്നും അവസാനം ബോഡി കണ്ടെത്തിയെന്നും പറയുന്നത്. അത് കഴിഞ്ഞാലും ആടുപുലിയാട്ടം എന്നുള്ള സിനിമയിൽ നോക്കിയാലും ഇത്തരം ക്ലൈമാക്സ് നമ്മൾ കണ്ടതാണ്. ഒരു കുട്ടിയും അമ്മയും ഒരു മുറിയിൽപ്പെട്ടു പോവുകയും നായകൻ അതറിയാതെ അവരെ നാട് മുഴുവൻ അന്വേഷിക്കുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സത്യം പറഞ്ഞ് കുട്ടിയുടെ ബോഡി കിട്ടുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ഇത്തരം ക്ലൈമാക്സുകൾ ഓൾറെഡി തന്നെ കണ്ടിട്ടുള്ളത് കൊണ്ടാകാം ഈ ഒരു ക്ലൈമാക്സ് കണ്ട സമയത്ത് അത് അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായി എനിക്ക് തോന്നാഞ്ഞത്. മറ്റൊന്ന് ഇല്ലോജിക്കലായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് ദിവാകരൻ എന്ന ഒരു ട്യൂഷൻ സാറിനെ കുറിച്ച് ഈ സീരീസിൽ കാണിക്കുന്നുണ്ട്. ഈ ദിവാകരൻ എന്ന വ്യക്തി വർഷങ്ങൾക്ക് മുന്നേ ഒരു കൊച്ചുകുട്ടിയെ, ഒരു ആൺകുട്ടിയാണെന്ന് തോന്നുന്നു, ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ച് കൊന്നുവെന്ന് പറയുന്നുണ്ട്. അതിന്റെ ബോഡി കിട്ടിയെന്നും അത് ഇയാളാണ് ചെയ്തതെന്ന് ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണെന്ന് ആനി പറയുന്നുണ്ട്. സോ അങ്ങനെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് ഈ ദിവാകരൻ തന്നെയാണ് ആ കുട്ടിയെ കൊന്നിട്ടുള്ളതെന്ന്. എന്നിട്ടും അങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ അയാൾ പീഡിപ്പിച്ചു കൊന്നുവെന്ന് നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ചിട്ടും അയാളുടെ വീട്ടിൽ ട്യൂഷൻ പഠിക്കാനായി നാട്ടുകാർ പെൺകുട്ടികളെ അയാളുടെ വീട്ടിലേക്ക് വിടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതിലെ ലോജിക്കും മനസ്സിലാകുന്നില്ല. ഇതുകൂടാതെ ഇയാളുടെ അനിയനെയാണ് തോമയുടെ ബോഡി മറവ് ചെയ്യാനായി തോമയുടെ അച്ഛൻ കൊടുക്കുന്നത്. ഈ ദിവാകരൻ എന്ന വ്യക്തി തന്നെ ഒരു മോശം ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ അത്രയും ഇല്ലെങ്കിലും ഇയാളുടെ അനിയനും കുറച്ച് കുഴപ്പക്കാരനാണ്. അയാൾ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പഠിപ്പിച്ച സാറിനെ വരെ തല്ലിയിട്ടുള്ള ആളാണെന്നും ജോമോൻ രവിയോട് പറയുന്നുണ്ട്. സോ അത്തരം ഒരു മോശപ്പെട്ട സ്വഭാവമുള്ള വലിയ അക്രമങ്ങളും മറ്റുമായി നടക്കുന്ന ഒരാളെയാണ് ബോഡി മറവ് ചെയ്യാനും ആ രഹസ്യം സൂക്ഷിക്കാനും മറ്റാരും അറിയാതിരിക്കാനുമായി ഏൽപ്പിക്കുന്നത്. സോ തോമയുടെ അച്ഛന് അയാളുമായി നല്ല അടുപ്പമുണ്ടെന്നോ അയാളെ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെന്നോ കാണിച്ചിട്ടില്ല. പകരം അയാൾ കുഴപ്പക്കാരനാണെന്നാണ് സീരീസിൽ കാണിച്ചിരിക്കുന്നത് തന്നെ. എന്നിട്ടും അത്തരം ഒരാളെയാണ് ഇത്രയും വലിയ രഹസ്യം സൂക്ഷിക്കാനും തൻ്റെ കൊച്ചിൻ്റെ ബോഡി മറവ് ചെയ്യാനുമായി തോമയുടെ അച്ഛനെ ഏൽപ്പിക്കുന്നത്. പകരം രവിയുടെ അച്ഛനെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ അതിൽ കുറച്ചുകൂടി ലോജിക്കുണ്ടായിരുന്നു. അയാൾ കുറച്ചുകൂടി മാന്യനായിരുന്നു, സത്യസന്ധനായിരുന്നു, തോമയുടെ ബോഡി കണ്ടെത്താനായി ഒരുപാട് ശ്രമിച്ചിട്ടുള്ള ആളാണ്. കൂടാതെ അയാൾ ആ കേസിൽ തോമയുടെ അച്ഛനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാനായി തന്നെ കൊണ്ട് ആവുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യാം എന്ന് അയാൾ പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരാളെയാണ് ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നതെങ്കിൽ അത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. പക്ഷേ ഇത്തരം മോശം സ്വഭാവമുള്ള, അതും തോമയുടെ അച്ഛന് അത്ര അടുപ്പമൊന്നുമില്ലാത്ത ഒരാളെ ഈ ഒരു കാര്യം ഏൽപ്പിച്ചതിന്റെ ലോജിക്കും മനസ്സിലാകുന്നില്ല. ഇപ്പൊ പറഞ്ഞത് ഈ സീരീസിന്റെ ക്ലൈമാക്സ് കണ്ടതിന് ശേഷം മോശമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളും
അതുപോലെ സീരീസിൽ വന്നിട്ടുള്ള വലിയ ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളുമാണ്. എന്നാൽ ഇതുകൂടാതെ ഈ സീരീസിന്റെ ക്ലൈമാക്സ് കണ്ടതിന് ശേഷം അതിന് മുന്നേ വന്നിട്ടുള്ള പല എപ്പിസോഡുകളിലെയും കാര്യങ്ങൾ കുറച്ച് നീട്ടിക്കൊണ്ടുപോകാൻ സീരീസിന്റെ ലെങ്ത് കൂട്ടാനായി ഉപയോഗിച്ചിട്ടുള്ളതാണ് എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ സാമർത്ഥ്യശാസ്ത്രത്തിന്റെ ഒരു എപ്പിസോഡിൽ സാമർത്ഥ്യശാസ്ത്രത്തിന്റെ മിക്ക എപ്പിസോഡുകളും വളരെ എൻഗേജിംഗ് ആയിട്ട് തന്നെയാണ് കൊണ്ടുപോരുന്നത്. അതിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാൻ പറ്റാത്തതായിരുന്നു. എന്നാൽ ഒരു എപ്പിസോഡിൽ ഇവർ ഒരു മാർക്കറ്റിൽ പോയി ഒരാളിൽ നിന്നും പേഴ്സ് മോഷ്ടിക്കുന്നതായിട്ടുള്ള ഒരു സീൻ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട്. ആ സീനിൽ ആ കാണിച്ചിരുന്ന അത്രയും കാര്യങ്ങളും ഒരു ആവശ്യവുമില്ലാതെ വെറുതെ ലെങ്ത് കൂട്ടിക്കൊണ്ടുപോകാൻ കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. അത് അന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അതായത് ആ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇവർ ആ ബുക്ക് നോക്കി എങ്ങനെ പണം തട്ടിയെടുക്കാം എന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയും പ്രാക്ടീസിന്റെ അവസാനം അതൊന്നും വേണ്ട എന്ന് ഉപേക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. പകരം അവർ ആ കാര്യം ട്രൈ ചെയ്ത് അതിൽ പരാജയപ്പെടുകയാണ് എന്ന് കാണിച്ചിരുന്നുവെങ്കിൽ പോലും അത് കാണിച്ചതിന് ഒരു വ്യക്തത ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഇവർ ഒരു സ്ഥലത്ത് നിന്ന് ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നു, പ്രാക്ടീസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് വേണ്ട, ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കുന്നു. അത്രയും നേരം നമ്മളെ അവിടെ പിടിച്ചിരുത്തുന്നതിൽ ആ കാണിച്ചിരുന്ന കാര്യങ്ങളെല്ലാം വെറുതെ ാണ് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ഈ സീരീസിലും ലെങ്ത് കൂട്ടിക്കൊണ്ടുപോകാനായി കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാനായി പോകുന്നത്. ഇതുപോലെ ഈ സീരീസിൽ ഈ ദിവാകരൻ എന്ന വ്യക്തിയെക്കുറിച്ച് കാണിച്ചിട്ടുള്ള പല സീനുകളും അനാവശ്യമായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ കൂടി കഥയ്ക്ക് വലിയ മാറ്റമൊന്നും വരില്ല എന്നാണ് ക്ലൈമാക്സ് കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഈ ദിവാകരൻ എന്ന വ്യക്തിയുടെ മുൻ കേസിനെ കുറിച്ചും ഇയാളുടെ വീട്ടിൽ വന്ന് അന്വേഷണം നടത്തുന്നതിനെ കുറിച്ചും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഇങ്ങനെ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും യാതൊരു ആവശ്യവുമില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും രവിയുടെ ആ ഒരു തോമയെക്കുറിച്ചുള്ള കേസ് അന്വേഷണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ആകെ ഇയാളുടെ വീട്ടിൽ വന്നപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഫോട്ടോ മാത്രമാണ് കുറച്ചെങ്കിലും മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ആ ഫോട്ടോ അവിടെ വെച്ച് കിട്ടിയത് കൊണ്ടല്ല രവി കേസ് അന്വേഷണം മുന്നേറ്റേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. പകരം ആ ഫോട്ടോ അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞ് പിന്നീട് സർക്കസിന്റെ ഫോട്ടോയുടെ പ്രദർശനത്തെക്കുറിച്ച് പത്രവാർത്ത അറിയുകയും അതുവഴി സ്റ്റുഡിയോയിലെത്തി അവിടെ വെച്ച് ആ ഫോട്ടോയിൽ ആരോ വട്ടമിട്ടിരിക്കുന്നത് കണ്ടത് വെച്ചുകൊണ്ടാണ് കേസ് അന്വേഷണം മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദിവാകരൻ എന്ന വ്യക്തിയുടെ ആവശ്യമേ ഇല്ലാതെ, അയാളുടെ ഒരു സീനും ആവശ്യമില്ലാതെ, പകരം സർക്കസിന്റെ ഫോട്ടോകളുടെ പ്രദർശനത്തെക്കുറിച്ച് അറിയാനായി സ്റ്റുഡിയോയിലേക്ക് വരുന്ന രവി അവിടെ വെച്ച് ഒരു ഫോട്ടോയിൽ മാത്രം വട്ടമിട്ട് വെച്ചിരിക്കുന്നത് കാണുകയും അതിനെക്കുറിച്ച് ചോദിച്ചറിയുകയും അതിലൂടെ കേസ് അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതും കാണിച്ചിരുന്നുവെങ്കിലും യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. സോ ഈ ഒരു വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം കാണിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് നീട്ടിക്കൊണ്ടുപോകണം എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് മാത്രമായിരിക്കും. കൂടാതെ ഈ ദിവാകരന്റെ വീട്ടിൽ നിന്നും ഒരു ഫോൺ നമ്പർ കിട്ടിയാണ് അതിലൂടെ അനിയനെ തേടി പോകുന്നത്. സോ ഈ ഫോൺ നമ്പറും ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോയും കാണിക്കാൻ വേണ്ടി ഇയാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതല്ലാതെ മറ്റു പല കാര്യങ്ങളിലൂടെ എളുപ്പത്തിൽ തന്നെ പോകാം. കാരണം സീരീസിന്റെ അവസാനം ഈ ദിവാകരന്റെ അനിയനെ കണ്ടെത്തുന്നത് കാണിച്ചിരിക്കുന്നത് ഒരു അത്ഭുതം പോലെയാണ്. നൂറോ ആയിരക്കണക്കിനോ കണ്ണിന് പരിക്കേറ്റിട്ടുള്ള ആൾക്കാർ ഉണ്ടാകാവുന്ന ഒരു സ്ഥലത്ത് നിന്നും വളരെ സിമ്പിളായി അത്ഭുതമെന്ന് പറയട്ടെ എന്ന് പറയുന്നതൊക്കെ പോലെ രവി ഒരാളെ കണ്ടെത്തുകയും അത് ഇന്നയാളാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അയാളിലൂടെ ദിവാകരൻ്റെ അനിയനെ കണ്ടെത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട്, ഒരു അത്ഭുതം പോലെ. സോ ഇങ്ങനെ കാണിക്കാമെങ്കിൽ പിന്നെ ആ ഫോട്ടോയും ഫോൺ നമ്പറും എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ രവിക്ക് കിട്ടുന്ന രീതിയിൽ കാണിച്ചും കഥ കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കഥാപാത്രത്തിന്റെ കാര്യങ്ങളെല്ലാം കാണിച്ച് ഇത്രയും വലിച്ചു നീട്ടേണ്ട ആവശ്യം വരുന്നുമില്ല. ഇതുപോലെ ദിവാകരന്റെ അനിയനെ തോമയുടെ അച്ഛൻ ആ ബോഡി മറവ് ചെയ്യാനായി ഏൽപ്പിച്ചത് ലോജിക്കില്ലാത്ത കാര്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ അയാളുടെ പുറകെ പോയിട്ടുള്ള ആ സീനുകളും ആ കേസ് അന്വേഷണത്തിന്റെ ഭാഗങ്ങളുമെല്ലാം അനാവശ്യമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പകരം തോമയുടെ അച്ഛനും അയാളുമായിട്ടുള്ള മറ്റൊരു കണക്ഷൻ ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ദിവാകരന്റെ അനിയൻ മറ്റേതെങ്കിലും തരത്തിലാണ് തോമയെ കൊണ്ടുപോയിട്ടുള്ളത്, അങ്ങനെ വല്ല കാര്യമായിരുന്നു കാണിച്ചിരുന്നതെങ്കിൽ ഈ കേസന്വേഷണത്തിന്റെ കാര്യങ്ങളെല്ലാം ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ, വളരെ മോശം സ്വഭാവമുള്ള ഒരാളെ തോമയുടെ അച്ഛൻ ബോഡി മറവ് ചെയ്യാനായി ഏൽപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെ ലോജിക്കില്ലാത്ത കാര്യമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന അന്വേഷണങ്ങളും കാര്യങ്ങളുമെല്ലാം ഇതേപോലെ ലെങ്ത് നീട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ പരസ്യം പറയാനായി മാത്രം ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നിട്ടുള്ളത് പോലെ തോന്നിയിട്ടുണ്ട്. മറ്റു പല കാര്യങ്ങളും, ഹാജിയാറിന്റെ കാര്യമാണെങ്കിലും സർക്കസിന്റെ കാര്യമാണെങ്കിലും എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് എങ്ങും എത്താത്ത വിധത്തിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതെല്ലാം പിന്നെ പോട്ടെ എന്ന് വെക്കാം. എന്നാൽ ഈ ഒരു വ്യക്തിയെ 3 എപ്പിസോഡുകളിൽ പല ഭാഗത്തായി കാണിച്ചിട്ടുണ്ട്. അതിൽ 2 എപ്പിസോഡുകളിൽ ഈ വ്യക്തിയെ കൊണ്ടുവന്നിരിക്കുന്നത് ആ എൻട്രി എലിവേറ്റ് ആപ്പിന്റെ പരസ്യം പറയാനായി മാത്രമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു വ്യക്തി അവിടെ ഇല്ല എങ്കിൽ കഥയ്ക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിവാകരൻ
എന്ന വ്യക്തി ഇല്ലെങ്കിലും ഈ കഥ വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. എന്നിട്ടും അയാളെ കൊണ്ടുവന്നത് ലെങ്ത് കൂട്ടാനാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിരുന്നത് ഈ പരസ്യം അവതരിപ്പിക്കാനാണ് എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇതെല്ലാമാണ് ഈ സീരീസ് കണ്ടതിന് ശേഷം, അതിന്റെ ക്ലൈമാക്സ് കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എന്താണ് ഈ ഒരു ക്ലൈമാക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.